നമസ്കാരം. കേരളം ഇന്ന് ഉണരുന്നത് കേരളം ഭരിച്ചിരുന്ന ഒരു ഏകാധിപതിയുടെ പതനത്തിന്റെ തുടക്കം കണ്ടുകൊണ്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ജനങ്ങളെ, സ്വന്തം പ്രജകളെ എങ്ങനെയാണ് ഒരു രാജാവ് നോക്കിക്കണ്ടത് എന്ന്. സ്വന്തം പ്രജകളുടെ മേല് അവരുടെ തലതല്ലി പൊളിച്ച്, അവരുടെ നടു അടിച്ചൊടിച്ച്, അവന്റെ ഊര ചവിട്ടി ശരിയാക്കി, തലയിൽ ഹെൽമറ്റ് വെച്ചടിച്ച്, ഗുണ്ടായിസം നടത്തി, പോലീസിനെ കൊണ്ട് തല്ലിച്ച്, CPM അനുയായികളെ കൊണ്ട് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐന്റെ പ്രവർത്തകരെ കൊണ്ട് ഒക്കെ തല്ലും ബഹളമെല്ലാം ഉണ്ടാക്കി, മറ്റുള്ളവരുടെ ജീവനും അവരുടെ ജീവിതവും ഒക്കെ നശിപ്പിച്ച്, എന്നിട്ട് അതിനെ രക്ഷാപ്രവർത്തനം ഒക്കെ എന്ന് വിളിച്ച്, എന്നിട്ട് വീണ്ടും തുടർഭരണം, മൂന്നാം തുടർഭരണം കിട്ടും എന്നൊരു അഹന്തയിൽ തന്നേക്കാൾ വലിയ തലകൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് എന്റെ തല, എന്റെ ആജ്ഞ, നിങ്ങൾ അനുസരിക്കണം എന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യം അതിന്റെ കടക്കിലാണ് കത്തി വീണിരിക്കുന്നത്. കട്ട പുകയായിട്ട് കരിമണൽ കർത്താവിന്റെ നോട്ടീസും എല്ലാം മാസപ്പടിയും എല്ലാം കൂടിയായിട്ട് കട്ട പുകയാകുന്നു. പിണറായി എന്ന കേരളം ഭരിച്ചിരുന്ന, ഇപ്പോ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഏകാധിപതിയുടെ വീടും പരിസരവും എല്ലാം പട്ടാളം വളഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ തടവിൽ, വീട്ടുതടങ്കലിലാക്കുന്ന ഒരു സമാനമായ ഒരു സാഹചര്യത്തിൽ ആക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇത്രയും കാലത്തിനിടെ നമ്മുടെ കേരളത്തില് ഇടതും വലതുമായി പലരും ഭരിച്ചിട്ടുണ്ട്. അതല്ലാതെ ചില MLA വന്നിട്ടുമുണ്ട്. നമുക്കറിയാം, ഇവരൊക്കെ ഭരിച്ചിട്ടും അധികാരത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം കോടതിയിൽ ഉണ്ടാകുന്ന തിരിച്ചടിയെ തുടർന്ന് തൊട്ടു പിന്നാലെയോ അല്ലാതെയോ ഇതുപോലെ പട്ടാളം വീട് വളയുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഏകാധിപതി, ജനങ്ങളെ ഇണ്റ് വരപ്പിച്ചിരുന്ന ഒരു ഏകാധിപതിയുടെ പതനം തുടങ്ങുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അത് തന്നെയാണ്. നമുക്കറിയാം, ഈ സമീപകാലത്ത് ഇരട്ടച്ചക്കന്റെ സിംഹഗർജനം കേട്ട് വിറച്ചിരുന്ന കേരളക്കര ഇന്ന് നേരം വെളുത്തപ്പോ തികച്ചും വിനോദഭരിതമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു, അല്ലെങ്കിൽ അതിനെ വിനോദഭരിതമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് അവർക്ക് തോന്നി. എന്നാൽ ഏത് വിധത്തിലായിരിക്കും ഈ ഭരണാധികാരി കേരളത്തെ കണ്ടത് എന്ന് മനസ്സിലാക്കണം. രാഷ്ട്രീയ അടിമകളുടെ കാര്യമല്ല പറയുന്നത്. രാഷ്ട്രീയ അടിമകൾക്ക് എന്തുമാകാം. സ്വന്തം വീട്ടിന്റെ പുറത്ത് ഒരു പോലീസ് ജീപ്പ്, കേടുവന്ന ഒരു പോലീസ് ജീപ്പ് കൊണ്ടിട്ടിട്ട് അതൊരു പോലീസ് സ്റ്റേഷനാക്കി അവിടെ ദിവസം 3 അതിലധികമോ പോലീസുകാരെ അടിമകളാക്കി കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്നതിനെയും ഒരുപക്ഷെ അവർ ന്യായീകരിച്ചിരിക്കാം. വീടിന് ചുറ്റും ഓച്ചാനിച്ച് നിൽക്കുന്ന കരിമ്പൂച്ചകളും അടിമകളെ പോലെ നിൽക്കുന്ന, എന്തിനും ഏതിനും റാൻ മൂളി നിൽക്കുന്ന പോലീസുകാരും. എന്നാൽ ഇന്ന് നേരം വെളുത്തപ്പോ അതിന് പകരം കാണുന്നത്, ആ നാട്ടുകാർ കാണുന്നത് പതിവിൽ ഇല്ലാത്ത, അതായത് അവർ ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാഴ്ചകളാണ്. കേന്ദ്രസേനയുടെ വമ്പൻ തോക്കുകളേന്തിയ ജവാന്മാർ സാക്ഷാൽ പിണറായി വിജയന്റെ താൽക്കാലിക ആഡംബര വസതിയിലെ ചുറ്റും വളഞ്ഞു നിൽക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ആ വീടും അദ്ദേഹത്തിന്റെ മരുമകന്റെ വീടും അടക്കം മുഴുവൻ സെർച്ച് നടക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ അധികാര ഗർവിന്റെ അന്ത്യത്തിന് തുടക്കം കുറിക്കുന്നു. അല്ലെങ്കിൽ ജനം തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുള്ള ആ പ്രഹരത്തിന് തൊട്ടു പിന്നാലെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായി വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി ആര് ഭരിച്ചാലും വേണ്ടില്ല, എങ്ങനെ ഭരിച്ചാലും വേണ്ടില്ല, ഈ പിണറായിയും ഈ കൂട്ടരും ഒന്ന് ഒഴിഞ്ഞാൽ മതി എന്ന് മലയാളി ഒരേ സ്വരത്തിൽ പറഞ്ഞതിന്റെ ബാക്കി പത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് മനസ്സിലാക്കണം. അതിന് കൊടുത്തിട്ടൊരു ശിക്ഷയാകണം ഈ കേന്ദ്ര ഏജൻസികളുടെ സന്ദർശനം. രാവിലെ 5 മണിക്ക് ശ്രീ പിണറായി വിജയൻ ഉറക്കമെഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഈ കേന്ദ്രസേന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം അദ്ദേഹത്തിന്റെ പുറത്തെ കോളിംഗ് ബെല്ല് ഞെക്കിക്കൊണ്ട്. ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ ശേഷം ഏകദേശം 5000 ചതുരശ്ര അടിയിലുള്ള ആ ഒരു വാടക വീട്, തിരുവനന്തപുരത്തൊരു വാടക വീട് എടുത്ത് അതിലേക്ക് സാധനങ്ങൾ അങ്ങോട്ട് മാറ്റിക്കൊണ്ടൊന്ന് വെച്ചതേ ഉള്ളൂ. നല്ല ഉറക്കത്തിലായിരുന്നു ആള്, ആ ക്ഷീണത്തിലൊക്കെ. ആ ഉറക്കത്തിൽ, ആ സുഖത്തിൽ കിടന്നുറങ്ങിയപ്പോ ആ ഉറക്കത്തിൽ വിളിച്ചുണർത്തിയത് കേന്ദ്രസേന, EDയുടെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥന്മാർ, പട്ടാളക്കാർ, തോക്കേന്തിയ, യന്ത്രത്തോക്കേന്തിയ പട്ടാളക്കാരോടൊപ്പം വീട് വളഞ്ഞേക്കാണ്. നമുക്കറിയാം, പിണറായി എന്ന മുഖ്യമന്ത്രിയുടെ ഗൺമോന്മാർ തലയടിച്ച് പൊളിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കേസ് അതിപ്പോ നടന്നുകൊണ്ടിരിക്കുക. അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള പോലീസുകാരെ തല ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ ഗൺമോന്മാർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും സമയം കൊടുക്കാതെ പിണറായിയും ബാക്കിയുള്ളവരും പിടിച്ചവിടെ നിർത്തി. അവരുടെ മൊബൈൽ ഫോൺ കൊണ്ട് പിടിച്ചെടുത്തു. ഭാര്യയും മകൾ വീണയുടെയൊക്കെ മൊബൈലും കൊണ്ട് പിടിച്ചെടുത്തു. ഒരു കാലത്ത് പോലീസിനെ വെച്ച് നാട്ടുകാരെ വിരട്ടിയ നേതാവ് സ്വന്തം വീട്ടു തടങ്കലിന് സമാനമായ അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോടതിയുടെ ഒരു ഉത്തരവിന് മാത്രം കാത്തു നിൽക്കുകയായിരുന്നു ED എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, വീണപ്പടി, കരിമണൽ കർത്ത, ഇതൊക്കെ നമ്മള് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചർച്ച നടന്നിട്ടുള്ളതാണ്. കഥയിലെ വില്ലന്മാർ അവരൊക്കെ തന്നെയാണ്. SFIO അടക്കം ഇതിന് പിന്നാലെ വരാനുണ്ട്. അല്ല, ഒരു സംശയം, എന്തിനാണ് ജയിലിലെ തടവുകാർക്ക് ശമ്പളം കൂട്ടിയത് എന്ന ഭരണം പോയതിനു ശേഷം അതിന് ചില സൂചനകൾ കിട്ടുന്നുണ്ട്, ശമ്പളം കൂടുതൽ വേണം എന്നതിനെ കുറിച്ച്. ഈ പുകലിനെല്ലാം കാരണം സത്യത്തിൽ ആ പ്രശസ്തമായ മാസപ്പടി കേസ് തന്നെയാണ്. ഒരു സേവനവും ചെയ്യാതെ കരിമണൽ കർത്തയുടെ CMRL കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ
1.72 കോടി രൂപ മാസപ്പടിയായി വാങ്ങി, അല്ലെങ്കിൽ അങ്ങനെ വാങ്ങി കൂട്ടി എന്നാണ് കണ്ടെത്തല്. ഇതിന് GST ഒക്കെ അടച്ച് കൈക്കൂലിയെ നിയമപരമാക്കാൻ വേണ്ടി പാർട്ടി വല്ലാതെ വിയർത്തു നോക്കിയിരുന്നു. പക്ഷേ കൈക്കൂലി പണത്തിന് GST അടച്ചാലും അത് കൈക്കൂലി തന്നെയായിരിക്കുമെന്ന് അന്വേഷണ ഏജൻസികൾ അന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഈ കൊള്ളയുടെ തെളിവുകൾ കർത്തയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഡയറിയിൽ ഒന്നായി എഴുതിയിരിക്കും നമ്മൾ കണ്ടു. ആ PV താനല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് PVക്ക് കിട്ടിയ കണക്കുകൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിലൂടെ നമ്മൾ അറിഞ്ഞതാ. ഇതിനെതിരെ വർഷങ്ങളായി തുടരുന്ന കോടതി പോരാട്ടങ്ങൾക്കൊടുവിൽ ED അന്വേഷണത്തെ തടയാൻ നോക്കിയ CMRന്റെ ഹർജി കോടതി തള്ളിയത് നമുക്കറിയാം. ഏതായാലും ഇരട്ടച്ചങ്കന്റെ കോട്ടയിലേക്ക് കേന്ദ്രസേന ഇടിച്ചു കയറി എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ വാർത്തയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 12 ഇടങ്ങളിലായി നടന്നിട്ടുള്ള കൂട്ട റെയ്ഡ് അതൊരു മഹാസംഭവം തന്നെയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്ഥാനമൊഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയധികം നാണം കെട്ട ഒരു അന്വേഷണ ഇടപെടൽ നേരിടേണ്ടി വരുന്നത്. തിരുവനന്തപുരത്തെ വീട് മാത്രമല്ല, പിണറായിയുടെ ധർമ്മടത്തെ കാവൽക്കോട്ടയായിട്ടുള്ള പഴയ വീടുണ്ട്. സാധാരണ സഖാക്കൾക്ക് ആ വീടിന്റെ 7 ഇലത്ത് പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് അത് കാവൽ നിന്ന പോലീസുകാരെ പോലും അങ്ങോട്ട് കയറ്റാത്തത്. ആ വീടും തിരുവനന്തപുരത്തെ വീടുമൊക്കെ ED അരിച്ചു പെറുക്കുകയായിരുന്നു ഇന്ന് രാവിലെ. ആ വീടിന്റെ ഉള്ളിലേക്ക് ഉദ്യോഗസ്ഥന്മാർ ഇടിച്ചു കയറി. അതും പോരാഞ്ഞ് മരുമകനും മുൻ മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. എക്സാലോജിക് കമ്പനിയുടെ വിലാസമായി കൊടുത്ത AKG സെന്ററിൽ ഇനി റെയ്ഡിന് കയറാൻ സാധ്യതയുണ്ട്. കാര്യം ED വണ്ടികൾ അങ്ങോട്ട് പോയേ പറ്റൂ. അഡ്രസ് അവിടെയാണല്ലോ കൊടുത്തേക്കുന്നത്. അന്തർധാരകൾ എന്തായാലും അവസാനിച്ചു നിൽക്കുകയാണ്. അന്തർധാരകൾ BJPയുമായിട്ട് അന്തർധാരണയുണ്ട്, അതുകൊണ്ടാണ് പിടിച്ചു നിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. സത്യത്തിൽ കോടതിയായിരുന്നു ഉത്തരവിലൂടെ നിർത്തിവെച്ചിരുന്നത്. കോടതി ഉത്തരവ് വന്നിരുന്നില്ല. ആ ഉത്തരവ് വന്നതിന്റെ പിറ്റേന്ന് തന്നെ ഇത്തരത്തിലൊരു നീക്കം നടത്തും എന്ന് ഒരുപക്ഷെ സാക്ഷാൽ പിണറായി രാജാവ് പോലും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ അഴിമതി തുടങ്ങി എത്ര കേസുകൾ, ഇത്രയധികം കേസുകൾ വന്നിട്ടും കേന്ദ്രവും പിണറായിയും തമ്മിലുള്ള രഹസ്യ അന്തർധാരകൾ കാരണം ഇത്രയും കാലം രക്ഷപ്പെട്ട് നടക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ 10 വർഷമായി മാറ്റിവെച്ച ചരിത്രമുണ്ട്. എന്നാൽ ഇനി നോക്കാം. ഇനിയിപ്പോ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയി, അധികാരമില്ല, ഇനി അധികാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. CPMന്റെ ഇന്ത്യയിലെ അവസാന സർക്കാരാണ് ഈ കഴിഞ്ഞ പിണറായി സർക്കാർ എന്ന് പറയുന്നത്. ഇനി ഒരു ഭരണം ഒരു സ്റ്റേറ്റിലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നടപടിയുടെ തുടക്കം ആ ഏകാധിപതിയുടെ ജയിലിലേക്കുള്ള തുടക്കമായിട്ട് വേണം കരുതാൻ. ജനങ്ങളെയും നാടിനെയും കൊള്ളയടിച്ച് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി സാമ്രാജ്യം പണിത ഏകാധിപതിയുടെ പതനം കേരളം ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ്. അധികാരം പോയതോടെ സംരക്ഷണ കവചങ്ങൾ ഓരോന്നായിട്ട് അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി എന്ന പദവി ദുരുപയോഗം ചെയ്ത് വാങ്ങിയ മാസപ്പടിയുടെ പേരിൽ അച്ഛനും മകളും സെൻട്രൽ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന ഏകദേശം ഒരു കേവല പരിഹാസമല്ല, മറിച്ച് യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അഹങ്കാരത്തിന്റെ ഇരട്ടച്ചെങ്കിൽ ED ലോക്കുകൾ വീഴുന്ന കാഴ്ച മലയാളി ആവോളം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. Different angles. Don't forget to subscribe and support this channel.